നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും നടത്തുന്ന ചർച്ച തുടങ്ങി. ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം പങ്കെടുക്കുന്നുണ്ട്. വിഷയത്തിൽ കേന്ദ്രം എന്ത് തീരുമാനിക്കുമെന്നറിയാൻ ചർച്ച കഴിയുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. ധനമന്ത്രി KN ബാലഗോപാൽ ധനമന്ത്രാലയത്തിൽ എത്തി. AG, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ ധനമന്ത്രിക്കൊപ്പമുണ്ട്. ചർച്ചയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് ധനമന്ത്രി പറഞ്ഞു. ചർച്ചയിൽ മുന്നോട്ട് വരുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹർജി അടുത്ത തവണ പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന കേരളത്തിന്റെ ഹർജിയാണ് സമവായ ചർച്ചയ്ക്ക് വാതിൽ തുറന്നത്. PF അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയാണെന്നും തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നുമാണ് കേരളത്തിന്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കാനായി കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന പരാതിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും കേന്ദ്രത്തിനോട് ചോദിച്ച് എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കൊള്ളാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം ചോദിക്കുന്നത്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കേണ്ടത് സുപ്രീംകോടതിയല്ല എന്നും കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്നുമാണ് സുപ്രീംകോടതി പറഞ്ഞത്. കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാനം മതിയെന്നും സുപ്രീംകോടതി പറഞ്ഞിരുന്നു. സാമൂഹ്യ പെൻഷൻ അടക്കം നൽകേണ്ടതിനാൽ ഹർജിയിൽ ഉടൻ തീരുമാനം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിർദ്ദേശം. കേരളം തയ്യാറാണെന്ന് അറിയിച്ചതോടെ കേന്ദ്രവും ചർച്ചയ്ക്ക് വഴങ്ങുകയായിരുന്നു. അതേസമയം ചർച്ചയെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഭരണഘടന തന്നെ അത് നിർദ്ദേശിക്കുന്നുണ്ട്. ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രിയുടെ അഭാവം പ്രശ്നമുള്ളത് അല്ല എന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായാണ് ചർച്ച നടക്കുന്നത് എന്നും ധനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് കേന്ദ്രവുമായുള്ള ചർച്ചയിൽ ധനമന്ത്രിക്ക് പുറമെ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.